ലോകത്തിലെ ഏറ്റവും മനോഹരമായ എയർപോർട്ടുകളിൽ ഒന്നാണ് സിംഗപ്പൂറുള്ള ചാങ്കി എയർപോർട്ട്. ഞാനിത് ബാലിക്ക് പോയ സമയത്ത് എനിക്കിവിടെ ട്രാൻസിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്ത ഒരു വീഡിയോ ആണ് ഇത്. കുറേ നാളായിട്ട് എൻ്റെ ഫോണിന്റെ ഗാലറിയിൽ കിടക്കുകയാണ്. അപ്പം ഞാൻ ലാസ്റ്റ് വീക്ക് ഇത് യാദൃശ്ചികമായിട്ട് കണ്ട് അങ്ങനെ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പൊ എനിക്കിവിടെ ഒരു 4 hours ആയിരുന്നു ടൈം ഉണ്ടായിരുന്നത്. നമുക്ക് മിനിമം ഒരു 10 hours ഉണ്ടെങ്കിലേ ഈ എയർപോർട്ട് കണ്ടു തീരുള്ളൂ. കാരണം അതുപോലെ നമുക്ക് ഏരിയ ഉണ്ട് ഇവിടെ കവർ ചെയ്യാനായിട്ട്. ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റുകളുടെ അട്രാക്റ്റീവ് സ്പോട്ടാണ് ജുവൽ. ഈ ജുവലിനകത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ വാട്ടർഫോൾ ഉള്ളത്. അതുപോലെ അത് ഫുള്ളും മരങ്ങളും ചെടികളും പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെയാണ്. അതുപോലെ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്റ്റീവ് കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ മെട്രോ ഫ്രീ ആണ്. നമുക്ക് ഒരു ടെർമിനലിൽ നിന്ന് അടുത്ത ടെർമിനലിലേക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ മെട്രോയിൽ കൂടെ പോകുമ്പോഴാണ് നമ്മൾ ജുവലിൽ എത്തുന്നത്. അവിടെ എല്ലാവർക്കും ആക്സസ് ഇല്ല, സിംഗപ്പൂർ വിസ വേണം, എങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് മെട്രോയിൽ പോയാൽ ജുവൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ വാട്ടർഫോൾ ഒക്കെ കാണാൻ പറ്റും. ഞങ്ങൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആ ബിൽഡിങ്ങിന്റെ ഗ്ലാസിനകത്തൂടെ ജുവലിന്റെ സ്പേസ് കണ്ടു, പിന്നെ അവിടുത്തെ മരങ്ങളൊക്കെ അങ്ങനെ കണ്ടത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതവിടുത്തെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ആണ്. ബട്ടർഫ്ലൈസിന് ഈ ഗാർഡനുള്ളിലാണ് വിട്ടിട്ടുള്ളത്. അതുപോലെ ലില്ലി ഗാർഡൻ, കള്ളിമുൾച്ചെടിയുടെ ഗാർഡൻ, അങ്ങനെ ഒരുപാട് ഗാർഡൻസും ഫുള്ള് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ്. ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോഴത്തേന് സിംഗപ്പൂര് ട്രാൻസിറ്റ് എടുക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം അത്ര മനോഹരമായിട്ടുള്ള ഒരു എയർപോർട്ടാണ് ഇത്. നമുക്ക് മിനിമം ഒരു 10 hours ടൈം ഇട്ടിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ എയർപോർട്ട് ഫുള്ള് കാണാൻ പറ്റും. നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ലൈഫിൽ ഒരു വട്ടെങ്കിലും ഈ എയർപോർട്ട് ട്രൈ ചെയ്ത് നോക്കണം. അത്ര മനോഹരമായിട്ടുള്ള ഒരു എയർപോർട്ടാണ്. ജുവൽ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് തന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അവർ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, അങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ ഭയങ്കര സൂപ്പറാണ്.